നല്ല പടം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പേര് വരാത്തത്. എന്തായാലും അറിഞ്ഞ് എൻ്റെ ഈ റിവ്യൂ അറിഞ്ഞ് കുഴപ്പമില്ലാതെ മാരിവില്ലിൽ ഗോപുരങ്ങൾ കണ്ടിരിക്കുന്നില്ല കാണാൻ വലിയ ഇല്ല. പിന്നെ ചെറിയ സിറ്റുവേഷനുകളിലൊന്നും കുഴപ്പമില്ലാതെ പോയി. ഇന്ദ്രീസ് കുറച്ച് ബ്രാക്കിന് ശേഷം വന്നാണെങ്കിലും കൊള്ളാം. കോമഡി ആയിട്ടില്ല, ചെറുതായിട്ട് ചിരിക്കാനുള്ളതുണ്ട്. ഫാമിലി എൻ്റർടൈൻ ചെയ്യുന്നൊരു പടം തന്നെ. പടം കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല പടം ഇത്രയും നന്നാവുമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ ഇന്ദ്രിയത്തിൻ്റെ പടമായിരുന്നുകൊണ്ട് കൊള്ളാം, നല്ല പടമായിരുന്നു. ഫാമിലിയൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ട പടത്തിനെയും കാട്ടി നേരത്തെ കണ്ടത് കുറച്ച് ബോറായിരുന്നു. പക്ഷേ ഈ പടം അതിനെക്കാട്ടി നല്ല പടം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പേര് വരാത്തത്. എന്തായാലും അറിഞ്ഞ് എൻ്റെ ഈ റിവ്യൂ അറിഞ്ഞ് എല്ലാവരും വന്ന് കണ്ട് നല്ലൊരു സിനിമ എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ എന്തിനേട്ടാ പറഞ്ഞ പോലെ. എന്താണ് നിൻ്റെ പേര്? കേൾക്കാനൊരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. പിള്ളേച്ചാ 10-17 കൊല്ലം മേലെ സർവീസിലേക്ക് വന്നിട്ട് പെട്ടപ്പേര് പറയടാ, മീശ മാധവനല്ലേ? നാളെ വരുമ്പോഴത്തേക്ക് മീശ പഠിച്ചിട്ട് പറയണം കേട്ടോടാ. ക്ലീൻ ഷേവ് കൊള്ളാം, അലയും പൊളിയായിരുന്നു. 100 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കണം. കാര്യം എല്ലാവരും വന്ന് കണ്ടാലേ പറ്റുള്ളൂ. കാര്യം അറിഞ്ഞു വരണം. ഈ ഒരു റിവ്യൂ കൊണ്ട് എല്ലാവരും അറിഞ്ഞു വരണം. കാര്യം നല്ല മൂവി, നേരത്തെ കണ്ടാലും കാട്ടി നല്ല മൂവി സെറ്റ്. ഇപ്പോഴുള്ള മലയാള സിനിമയിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ പഴയ നല്ല കിടിലൻ മൂവികളുണ്ടല്ലോ, നല്ല ഹിറ്റടിച്ച മൂവികൾ, അതിൽ പഴയ പാട്ടുകളൊക്കെ ഇപ്പോഴും പുതിയ സിനിമകളിലൊക്കെ എടുത്ത് അവർ ഇടുന്നുണ്ട്. അത് പുതിയ തലമുറകൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ യൂത്ത് തലമുറക്ക് ഇഷ്ടപ്പെടാതെയൊക്കെ ഇരുന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് ഇഷ്ടപ്പെടുന്നു. അതിൽ ഒരു പാട്ടുണ്ട്, നമ്മുടെ സമ്മർ ഇൻ ബർത്ത്ഡേത്തിൽ നമ്മളെ നല്ല ഹിറ്റടിച്ചൊരു പാട്ടുണ്ട്. മാരിവില്ലിൽ ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകങ്ങൾ. വളരെ നന്നായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു.